പുലി ഇപ്പോൾ അടുത്ത് ഒരു 13 പശുക്കളെ റാഞ്ചി എടുത്തിട്ട് പോയി. ഈ ദേവർശോല പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പല ഭാഗങ്ങളിൽ ഇതൊക്കെ 1-2 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ആറോട്ട് സ്വന്തം വീട്ടിൽ കുറച്ച് ഹൈറ്റുള്ളൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആറോട്ടിൻ്റെ ഫാമിൽ പോയിട്ട് വെള്ളം കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ആനൻ്റെ അറ്റാക്കിൽ ബ്രെയിൻ ബ്ലാസ്റ്റ് ആയിട്ട് മരിക്കുക. നമ്മുടെ പുലി, കടുവ, പിന്നെ കരടി, കാട്ടുപോത്ത്, പന്നി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണുള്ളത്. 40-50 വർഷമായിട്ട് വലിയ വലിയ വീടുകളൊക്കെ കെട്ടിയ ആൾക്കാർ ഈ സമയത്ത് പോയിട്ട് ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ളത്. നമ്മൾ അന്നത്തെ നിത്യോപയോഗ കാര്യത്തിന് വെളിയിൽ പോകണമെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് പോകണം. 6 മണി കഴിഞ്ഞാൽ ജനങ്ങൾ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നത്. നമസ്കാരം, ഞാനിന്നുള്ളത് നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ ഗൂഡല്ലൂരിനോട് ചേർന്ന് കിടക്കുന്ന മഞ്ചമൂല 3-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ തീവ്രമായ രീതിയിലുള്ള കാട്ടാന പ്രശ്നമാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒത്തിരി വിഷ്വലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദിവസം എന്ന് പറയുന്ന പോലെ ആന ഈ ഒരു പ്രദേശത്തോടെ വരികയും ഈ പ്രദേശത്തെ കൃഷികളും കാര്യങ്ങളും നശിപ്പിക്കുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആളുകളുടെ വീടിന് മുമ്പിലൂടെ പോവുകയും ആളുകൾക്ക് നേരെ തിരികെയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത്. നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ മൊത്തം ജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെ ഒരു നാൾ വഴി കൂടെയാണ് അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിജീവനമാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം പലരും വർഷങ്ങളായിട്ട് ജനിച്ച് വളർന്ന മണ്ണാണെങ്കിൽ പോലും ഇവർക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിനൊന്നും ഒരു പട്ടയം ഇല്ലാത്ത ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും അവരുടെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഗൂഡല്ലൂർ, പന്തല്ലൂർ, ദേവർശാല, നെല്ലക്കോട്ടെ, അതുപോലെ തന്നെ ചേരമ്പാടി പ്രദേശത്തെ ആളുകളുടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നത്. നിരവധി തവണ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യം എന്ന് പറയുന്നത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളുടെ ഒരു തീവ്രത മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവിടെയുള്ള ആളുകളെ കാണും, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വിഷ്വൽസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. കടയെ തൂക്കിച്ച് அம்மா சாமி கோவத்துல இருக்கு, கடையை தூக்கிடுச்சு. இது நான் அசால்ட்டா விட்டோம்னா ஏதாவது அங்க பாருங்க, அவரை பாத்துருச்சு, அதனால தான்.
அதுலேயும் பொதுமக்கள் வெளியில் வரக்கூடாதுன்னு சொல்லுவாங்க. ஆமாம். பின்னாடி வாங்கம்மா. அத்தை பின்னாடி வாங்க. என்ன வழி மாறிட்டு ஏறிட்டு வழி மாறி யாருது? ஆமா, அப்புறம் கீழே வந்துருச்சுன்னா അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഏതായാലും നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പ്രദേശമൊക്കെ നേരിട്ടൊന്ന് പോയി കാണാം കേട്ടോ. ഏതായാലും ആ 3-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്കിവിടെ ജനവാസ മേഖലകളായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. തൊട്ടിപ്പുറത്ത് തന്നെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് ഇവിടെ മണ്ണ് ക്ലിയറായി കിടക്കുന്ന ഒരു രംഗമൊക്കെ കാണാം. ഇതൊക്കെ ആന സ്ഥിരമായി നടന്നിറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ വിഷ്വലി കണ്ട ആനകളല്ല, പ്രധാനമായിട്ട് ഒരു മോഴയാനയാണ് വരുന്നത്. അതുകൂടാതെ മറ്റു ആനകളുണ്ട്. അപ്പോൾ ആനയൊക്കെ ഇതിലെ സ്ഥിരമായി കയറിപ്പോകുന്നത് കേട്ടോ. അത് ചവിട്ടി ഇറങ്ങിപ്പോയ പാടുകളാണ്. ഇതൊരു 2 പ്ലാവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നടുക്കൂടെ ഇറങ്ങി വരുന്ന ഇതിലൊക്കെ പോയിട്ടുണ്ട്. ഇത് റോട്ടിൽ കൂടെ ഒക്കെ മണ്ണ് കിടക്കുന്ന കാണാം. നമുക്ക് പേരെന്നാ? ശശിധരൻ. மஞ்சமூலை അല്ലേ? மஞ்சமூலை அட்டிப்பாளி போஸ்ட்டு சசிதரன். இங்கே யானை ரொம்ப பிரச்சனை. யானை வந்துங்க வந்து நல்லா நம்ம வீட்டுக்கு மேலெல்லாம் வந்து பலா சக்கை இருந்தால் அதுங்களை தின்றுறது. அது வந்துட்டு அந்த தென்னை மரமெல்லாம் வந்து உடச்சி போட்டு போயிடுச்சு. இங்கே அந்த காட்டில் தென்னை மரம் உடைச்சிட்டு போட்டிருக்குங்க. அப்புறம் மேலும் இந்த வழியில் இப்படியே போகுது. இந்த வழியில் இப்படியே போயிட்டு அந்த வீட்டுக்கு அடுத்தாப்புலேயே இப்படியே ஏறுறது. ஏறி மேலே வந்து அங்கே வந்து நின்று ஏன்னா சக்கை மரம் பலாங்க எல்லாத்தையும் வந்து பிடுங்கி போட்டு அந்த பைப்பு ஒரு இடத்துல வாட்டர் கனெக்ஷன் எடுத்திருந்தார் ஒருத்தர். அவர் வீட்டு பைப்பு அப்படியே நெளிச்சு விட்டு போயிடுச்சுங்க. நெளிச்சு விட்டு போயிருக்கு. இங்கேருந்து நேராக அந்த பக்கம் போகுது, இந்த காலனி பக்கம். அங்கே போய் அங்கே உள்ள வாழை மரம் அதெல்லாம் நாசம் பண்ணி பயங்கர சல்லியமாக இருக்குங்க. இருக்க முடியாது. இந்த ரோட்டில் இப்படியே வருதுங்க. இந்த ரோட்டில் ഈ റോഡ് കൂടെ ഇങ്ങനെ വരുത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ നശിപ്പിച്ച് ഈ റോട്ടിൽ കൂടെ ഈ വീടുകളിൻ്റെ മുൻവശത്തോടെയൊക്കെ ആന സ്ഥിരമായിട്ട് പോകാറുണ്ടെന്നാണ്. ഇங்கே வந்துட்டு നേരെ இங்கே வந்துட்டுங்க அன்னைக்கு வந்து ஃபாரஸ்ட் வண்டி கார் வந்து நின்னது. அந்த காரை வந்து தள்ளி பெரட்டி விட்டுருச்சு ஃபாரஸ்டோட வண்டியவே. அப்போ வந்து பெரட்டி விட்டுட்டு அந்த வீடு அங்கே பக்கத்தில் ஒரு வீடு இருக்கு. அந்த வீட்டில் போயிட்டு அந்த வாழை தென்னை மரம் அதெல்லாம் தள்ளி விட்டு நாசம் பண்ணி போயிருக்கு. இதெல்லாம் ஒரே ஆனையா? அதையோ இல்லை, ஒரு மொட்டை வாழ் இல்லாத ஒன்று, திரும்ப ஒரு கொம்பனும் ஒரு மோழையான கொம்பனு வந்துட்டு பயங்கர சல்லியம் பண்ணுதுங்க. ஆனால் இருக்கிறதுக்கு முடியல. ஒரு காட்டில் வேலை செய்கிறதுக்கு ஆளுங்க வேலைக்கு போகிறாங்க. நீங்களெல்லாம் ഇവിടെ எத்தனை நாளாக தாமசிக்க தொடங்கி? நான் வந்து 1978 வந்தேன் சிலோனில் இருந்து. 78 ഇവിടെ வந்தேன். 78 சிலோனில் இருந்து இங்கே வந்து இதே இடத்துல தான் உங்கள் வீடு இதான் அந்த மேலே உள்ளது. மேலே இருந்து மேலே சேட்டை வீடு தாட்டோ எந்த அது வீடு அதுன்னு காட்டலாம். 78 இருந்து இங்கேயே தாங்க ஜெயிக்கிறோம். ஆனால் இப்போ தான் ஒரு 5-6 வருஷமாக தான் இத்தனை வருஷம் மழை இந்த யானை வந்துக்கிட்டு இங்கே பயங்கர தொந்தரவுப்படுத்துதுங்க. சின்ன பிள்ளைகள்லாம் இருக்குது,
ஃபாரஸ்ட்காரை எல்லாம் கூப்பிட்டு அவங்க வருவாங்க. ஃபாரஸ்ட்காரெல்லாம் வந்து அப்பப்போ வந்து கண்டிக்கிறாங்க, எல்லாம் கண்டிக்கிறேன். அந்த மேலே என்ன இது இந்த பக்கத்தில் எங்கே இருக்குது ஃபாரஸ்ட்? ஏற்றடுத்து ஃபாரஸ்ட் எവിടെയുള്ള? ഫോറസ്റ്റ് ഇടം ഇങ്ങ പക്കത്തില്ല. ഇവിടെ എവിടെയും ഫോറസ്റ്റ് ഇല്ല. ഇല്ല ഇല്ല. നമ്മളെക്കോട്ടെ കോയിൽ കുന്നൂർക്കുള്ള അത് കൊഞ്ചം കുറച്ച് കാടാ ഇருக்கு. മെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതുമല ഫോറസ്റ്റ്. മുതുമല. ഓഹോ. ഇങ്ങ എங்கேயும் ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് ഇല്ല. அப்ப இந்த ஆனை எல்லாம் இங்க வருது. இங்கே தான் இருக்கு. ஆமாம். இதெல்லாம் ഇവിടെ തന്നെ செய்யும். எல்லாம் இப்படியே வந்துட்டு குட்டிகளுக்கு ஸ்கூலுக்கு போகிறதுக்கு முடியாது, ஆளுகளுக்கு வேலைக்கு போக முடியாது. வேலைக்கு போனால் யானை இருக்குன்னு சொல்லி ஓடியாந்துடுறாங்க. அவங்களுக்கு ஒரு கிடைக்கிற தனி முதலாளி மருங்கிட்ட தானே வேலை. அப்போ அவங்களுக்கு என்ன தெரியுங்களா, வேலைக்கு போன நேரத்தில் யானை இருக்குது, யானை இருக்கிற நேரத்தில் முதலாளிக்காரன் என்ன சொல்லிடுறான், ஐயோ நீங்கள் வந்து எது ஒன்று ஆகி போனால் நான் பதில் சொல்லி ஆகணும், அதனால உங்களுக்கு வேலை இல்லை, நீங்கள் போயிருங்கிறான். வாரத்தில் 2 நாள் வேலை 3 நாள் வேலை தான் கிடைக்கும். ஜோலி இல்லை. ஜோலி இல்லை. அப்படியெல்லாம் ரொம்ப கஷ்டப்படுறாங்க. അപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ പോക്കൊക്കെ മുടങ്ങുന്നുണ്ട്. എല്ലാം കൂലി വേலை தாங்க. അല്ല ஸ்கூலுக்கும் பிள்ளைங்க போகுது. அதோடையும் பிரச்சனை இருக்கு. அதுவும் பிரச்சனை இல்லை. பிள்ளைகளை பேடிச்சிட்டு போக மாட்டேங்குதுல்லே. பிள்ளைங்க பயந்துக்கிட்டு யானை வரும் நாங்கள் எப்படி ஸ்கூலுக்கு போகிறோம்னு சொல்லி பயந்துக்கிட்டு எல்லாம் அதாவது வீட்டில் தான் நிற்கிதுங்க. இந்த ஆணையை பெர்மனண்டாக இந்த பிளாக் பண்ணுறதுக்கு ஏதாவது எந்த நடவடிக்கை எடுத்துட்டு இவர்? இல்லைங்க, இவங்க சொல்கிறாங்க நாங்கள் வந்து ஃபென்சிங் உண்டா? ஃபென்சிங் எலக்ட்ரிக் ஃபென்சிங் அதெல்லாம் இல்லை. ஒன்றும் செய்திട്ടില്ല. அதெல்லாம் இந்த ஆனை வரும்போது 2 படக்கம் போட்டுச்சு போது இங்கேருந்து நாங்கள் பட்டாசு போட்டுச்சு. பட்டாசு வெடிச்சு அவங்க ஓடிக்கும் யானை வெட்டுறாங்க. ஆனால் இப்போ 2 வாரமாக மாத்திரம் யானை இங்கிட்டு காணோம். நாங்கள் 3ஆம் மைலில் போராட்டம் பண்ணோம் இல்லைங்களா, டெய்லி அந்த ரூட்டை தானே போனேன். இதே இப்படியே வராரு, அது பாட்டுக்கு அங்கே மேலே ஏறுது, அப்படி ஏறி என்ன செய்யுது இந்த ரோட்டு நட்டுக்கும் இங்கே வருதுங்க, வந்து பயங்கர சல்யமாக தான் இருக்கு. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ കൃഷിയല്ല നശിപ്പിക്കുന്നത്. ദയവുചെയ്ത് ഇത് എപ്പോഴും നിങ്ങൾക്കൊക്കെ ഇവിടെ സ്ഥലമുണ്ടോ? സ്ഥലം இருக்கு. സ്ഥലം இருக்கு. 1/2 ஏக்கர் സ്ഥലം. പട്ടയമുണ്ടോ? பட்டயம் ഉണ്ട്. பட்டயம் இருக்கு. இந்த ஏரியா வந்து இதெல்லாம் பட்டயம் தான். പട്ടയമുള്ള അല്ലേ? இதெல்லாம் பட்டயம் தான். அகத்துக்கு மட்டும் பட்டயம் இல்லை, அங்கிட்டு இதெல்லாம் பட்டயம் தான். നിങ്ങളുടെ അപ്പോൾ ഇത് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഇത്ര നാളെ இந்த പ്രശ്നം ഉണ്ടായിട്ടും ഏതോ ഒരു നടപടിയില്ല? இல்லை நடவடிக்கை எடுக்குது. அதான் ஃபாரஸ்ட்மார் வராங்க, வந்து ஆனை அப்பப்போ ஓட்டி விடுறாங்க, அவ்வளோதான். ஆனால் நாங்களும் செய்கிறோம். பெர்மனண்டாக ஒரு சொல்யூஷன் கிடைக்காது. இல்லை அதான் பயந்து தான் இருக்கு. പേടിച്ചാ ജീവിക്കുന്നല്ലേ? രാത്രി പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. பயங்கரங்க. அதானே நம்ம வீடு, அதுதான் மேலே தானே வீடுன்னு வைங்க. அந்த மரம் இருக்கு இல்லைங்களா, அங்கே அப்படியே இறங்கி அப்படியே போகும். അതെല്ലാം തോട്ടങ്ങളല്ലേ? പ്ലാന്റേഷൻ തന്നെ? அதெல்லாம் தோட்டம் தான். ഇതൊക്കെ തോട്ടം കേട്ടോ. ഇതെല്ലാം ഇതേപോലെ. ഇത് എന്താ എസ്റ്റേറ്റ് ഇത്? இது வந்து நம்ம ஜிஎல்எஸ்ஐ, கூடலூர் ஜிஎல்எஸ் പ്രൈവറ്റാ? പ്രൈവറ്റ്. ஆமாம், ഒക്കെ തോട്ടങ്ങളാട്ടോ. எல்லாம் தோட்டம் தான். எல்லாம் சப்பு பறிக்கிற வேலை தான். എല്ലാവരും சப்பு பறிக்கிற வேலை. 250 ரூபா ஒரு நாளைக்கு கூலி. എല്ലാവരും തോട്ടം തൊഴിലാളികളാട്ടോ ഇവിടെ ഭൂരിഭാഗം ആളുകളും. വെളിയെ ജോലി പണ്ടത് കമ്മി തന്നെ. வெளியே போகிறது இல்லைங்க, எல்லாம் கூலி வேலை தான். எல்லாம் கூலி வேலை. எல்லாம் பெண்ணுங்க கூலி வேலை தான், ஆணுங்களும் கூலி வேலை தான். ஆணுங்க கூலி வேலைக்கு போனால் ஒரு நாளைக்கு 500 ரூபா கிடைக்கும். அதுவும் வந்து என்னைக்கும் இல்லைங்களே. അതെ എല്ലാ ദിവസവും ഇല്ല. ആനയുണ്ടെങ്കിൽ ഇല്ല. இல்லை, ആനയില്ലാത്ത ദിവസം മാത്രമേ ഉള്ളൂ. ஆமாங்க. நாங்களாம் ரெண்டு வயசானவங்க தான் இங்கே இருக்கிறோம், எங்கள் வீட்லேயே. ஆனால் எங்கள் வீட்டுக்கு மேலே வந்து யானை அடிக்கணும், ஐயோ வெளியே இறங்குறதுக்கு பயமாக இருக்குங்க, பயங்கர பயமாக இருக்குது, ஒன்றும் பண்ண முடியல. அன்னைக்கு எல்லாம் இப்போ கழிஞ்ச மாதம் எல்லாம் அந்த 3ஆம் மைலில் போராட்டம் பண்ணி எல்லாம் நாங்கள் எல்லாமே சேர்ந்தோம். ஆனால் சேர்ந்துட்டு மக்கள்லாம் ஒன்றா சேர்ந்துட்டும் யானை வந்துக்கிட்டு தாங்க வந்துட்டே இருக்குல்ல. உங்கள் பேர்? என் பேர் ராமகிருஷ்ணன். இங்கே கூடலூரில் வந்து யானை தொல்லை இருக்குன்னு சொன்னால், யானை தொல்லை இப்போ கொஞ்ச காலமாக தான் இருக்குதுங்க. இன்னும் நாங்களாம் வந்து 10-50 வருஷமாக இருக்கிறோம். யானை இப்போ தான் யானை தொகை இருக்குது. இப்போ யானை தொகை வந்து கவர்மெண்ட்டை சொல்லி குத்த சொல்லியும் காரியம் இல்லை, கவர்மெண்ட்டை சொல்லி குத்தம் காரியம் இல்லை, ஃபாரஸ்ட்காரங்க சொல்லி குத்தகம் காரியம் இல்லை, போலீஸ்காரங்க சொல்லி குத்தகம் இல்லை. கூடலூருக்கு ஒரே வந்து வாழ்வாதாரம் சொன்னோம்னா ஒரு 20 சென்ட் கீழே வந்து ரிஜிஸ்டர் நடக்கணும். 20 சென்ட் கீழே வந்து ரிஜிஸ்டர் நடந்துச்சுன்னா அப்போ ஆனை பட்டா உள்ள இடத்துல வந்து ரிஜிஸ்டர் நடக்கணும். அதாவது பாவப்பட்டவங்களும் ரிஜிஸ்டர் பண்ணி கொடுக்கணும். ஒரு 5 சென்ட் இடம் இருந்துச்சுன்னா அவங்க வித்துட்டு போகிற மாதிரி இருக்கணும். அவங்க கல்யாணமோ காரியமோ எந்த விஷயங்கள் நிறைய விஷயங்களும் அந்த மாதிரி பண்ணி கொடுக்கணும். அதுதான் முதல்ல ஒரே ஒரு தீர்மானம். பின்ன ஆனை வரும் போவோம், ஆளுங்க வந்து காட்டுக்குள்ளே இருக்காங்க பட்டா இடத்துல 20 சென்ட் இடம் வந்து ரிஜிஸ்டர் பண்ணால் அவங்க அங்கேருந்து இங்கிட்டு வந்துடுவாங்க. அந்த காலில் உள்ள பட்டாவில் உள்ள அங்கிட்டு இருப்பாங்க. அதுதான் கூடலூருக்கு வந்து ஒரே தீர்வு அதுதான். அது என்னோட தேர்வு. அதே ஒரு பட்டாசெல்லாம் ரிஜிஸ்டர் நடக்கணும். 20 சென்ட் கீழே 20 சென்ட்டுக்கு மேலே நடக்கக்கூடாது. பாவப்பட்டவங்க 20 சென்ட் ஒரு ஆள் 5 ஏக்கர் வச்சுருக்காங்க.
10 ஏக்கர் வச்சுக்கோங்க. அவங்க எல்லாம் ரிஜிஸ்டர் பண்ணோம்னா பாவப்பட்டவங்க கஷ்டப்பட்டுருவாங்க. அப்போ 20 சென்ட் கீழே ரிஜிஸ்டர் நினச்சின்னா 5 சென்டோ 3 சென்டோ 4 சென்டோ விற்றுருவாங்க. பிள்ளைக்கு படிப்பு செலவுக்கு, காலேஜ் செலவுக்கு, பின்ன ஆஸ்பத்திரி செலவு. அப்போ அந்த மாதிரி நிறைய விஷயங்கள். இதுதான் முதல் காரியம். இதை எந்த கவர்மெண்ட்டும் முன்னுக்கு எடுத்து செஞ்சால் கூடலூர் வாழ்வாதாரம் முன்னுக்கு வரும். നമ്മളിപ്പോൾ മഞ്ചമൂല 3-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്തെത്തിരിക്കുകയാണ്. ഈ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ട വിഷ്വലിലുള്ള പ്രദേശങ്ങളൊക്കെ. ഈ ഒരു റൂട്ടിൽ കൂടെയാണ് ആ ഒരു ആന ദിവസം എന്ന് പറയുന്ന പോലെ നടന്നു വരുന്നത് കേട്ടോ. ഇതിൽ ഈ റോഡ് ഇങ്ങനെ നടന്ന് വന്ന് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണും. നമ്മൾ ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി ഇതിലിങ്ങനെ പോയി നമുക്കിപ്പോൾ അതിൽ വണ്ടികളൊക്കെ പോകുന്ന ഒരു രംഗമൊക്കെ കാണാം. ഇത് മെയിൻ റോഡാണ്, അതായത് ഗൂഡല്ലൂർ സുൽത്താൻ ബത്തേരി റോഡാണിത്. 3-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതിലിങ്ങനെയാണ് പോകുന്നത്. ആന കയറി പോകുന്ന ഒരു വഴിയാണ് നമ്മളവിടെ കാണുന്ന ആ ഒരു മണ്ണ് മാറി കിടക്കുന്ന പ്രദേശം. തൊട്ട് മുന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു കാട്ടാന തിരിച്ചു വന്ന്, അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുമ്പോൾ കാട്ടാന തിരിച്ചു വന്ന് ഈ ഒരു കടക്കെട്ട് തട്ടുന്ന രംഗം കാണിക്കുന്നുണ്ട്. ഇതാണ് കടക്കെട്ട് തട്ടിയതും കട പൊളിച്ചു വെച്ചിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇതല്ല, ഈ ഒരു വീട്ടിൽ നിന്നാണ് അവർ ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ പകർത്തിയത് കേട്ടോ. ഇവിടെ നിന്നാണ് അവർ ആ ഒരു വിഷ്വൽ പകർത്തിയത് കേട്ടോ. ഇതിലിങ്ങനെ ആന ക്രോസ് ചെയ്ത് പോയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ദിവസം എന്ന് പറയുന്ന പോലെ ആന ഇതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ ആ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് ആന ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുന്നത്. എന്നിട്ട് ഇതിലിങ്ങനെ വന്നതാ. ഇത് മെയിൻ റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഡല്ലൂർ സുൽത്താൻ ബത്തേരി റോഡാണിത്. ഇതിലിങ്ങനെ വന്ന് നേരെ ആ കാണുന്ന കോഴിയൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തുണ്ടോ റോഡ് ക്രോസ് ചെയ്ത് നേരെ മുകളിലേക്ക്. അതെ, ഗൂഡല്ലൂർ സുൽത്താൻ ബത്തേരി ഹൈവേ ആണല്ലേ. ഇതിലിങ്ങനെ ക്രോസ് ചെയ്താണ് പോകുന്നത്. നിങ്ങൾക്ക് റോഡിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ കാണാം. വലിയ റോഡാണ്. ഇതിലാണ് ദിവസം എന്ന് പറഞ്ഞാൽ ആന പാസ് ചെയ്ത് പോകുന്നത്. ആന നടന്നു പോയി. ഇതുണ്ടോ റോഡ് ഇപ്പോൾ ഇത്തരത്തിലായിരിക്കുകയാണ്. ഇതിലിങ്ങനെ കയറിയാണ് ആന മുകളിലേക്ക് പോകുന്നത് കേട്ടോ. ഇതാണ് കണ്ടോ ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശം തന്നെയാണ്. ഇത് ദേവർശാല അല്ലേ? ഈ ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തേക്ക് ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റി. അതെ, ഒരു സൈഡ് ദേവർശാല, ഇപ്പുറത്തോട്ട് ഗൂഡല്ലൂരാണ്. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഈ ഒരു പ്രദേശത്തോടെയാണ് ആന കടന്നു വരുന്നത് കേട്ടോ. നമ്മൾ ആ വിഷ്വലൊക്കെ കണ്ടാണ്. ആ വിഷ്വൽ നടന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ ഒരു വഴിയാണ് ആന നടന്നു പോകുന്നത്. ഇതിലേ പോയിട്ടാണ് നമ്മൾ നേരത്തെ അവരോടൊക്കെ സംസാരിച്ച ആ ഒരു പ്രദേശത്തേക്ക്, അതായത് മഞ്ചമൂല എന്ന് പറയുന്ന പ്രദേശത്ത്. നമ്മളിപ്പോൾ നിന്നത് 3-ാം മൈലാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു റൂട്ടിൽ കൂടെയാണ് കേട്ടോ ആന നടന്നു പോകുന്നത്. ഇതിലിങ്ങനെ നടന്നു പോയി അങ്ങ് ദൂരെ നിങ്ങൾക്ക് ഗൂഡല്ലൂർ ടൗണും കാര്യങ്ങളൊക്കെ കാണാം. ഉണ്ടോ അതിലേക്ക് പോകുന്നത്? ഇതിലൊക്കെ കയറി പോകുന്നുണ്ടല്ലേ. ഇതൊക്കെ നമുക്ക് ആന നടന്ന് കയറി പോകുന്ന വഴി. അതായത് ഈ പറമ്പിൽ കൂടെ കയറിയിട്ടാണ് ഇതൊക്കെ ആന കയറി പോകുന്ന വഴിയുണ്ടോ. ഇതിലൊക്കെ ആന കയറി പോകുന്നതാണ്. ഇതിലെങ്ങനെ ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത്? കാളമ്പുഴയ്ക്ക് ഗൂഡല്ലൂർ ടൗണിലേക്ക് പോകും അല്ലേ. ഇതൊക്കെ പ്ലാന്റേഷനുകളാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 6 മണി കഴിഞ്ഞാൽ ഈ വഴി കൂടെ ഒന്നും വരാനും പറ്റില്ല കേട്ടോ. അതാണ് സ്ഥിതി. ഒരു പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ആന കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാർ ഓടിച്ചാലും ആ കാടിൻ്റെ ഉള്ളിൽ അവിടെ നിർത്തും അല്ലേ. ഫോറസ്റ്റുകാർ ഓടിച്ചാലും ഇവിടെ ഈ ചെറിയൊരു പ്രദേശത്ത് കൊണ്ടുപോയി നിർത്തുമെന്നാണ് പറഞ്ഞത്. രാത്രിയാകുമ്പോൾ പിന്നെ ആന ഇറങ്ങിപ്പോരും.
ഈ പ്രദേശം അല്ലേ? അതെ അതെ അതെ, അത് ഫോറസ്റ്റ് അല്ല, പക്ഷേ പ്ലാന്റേഷൻ്റെ തന്നെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ആനേനെ കൊണ്ടു നിർത്തുന്നത്. രാത്രിയാകുമ്പോൾ ആന പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി പോരും. ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിലൊക്കെ ആന അവിടെ നിന്ന് കയറി ഇഷ്ടം പോലെ നടന്ന് കയറി പോകുന്ന വഴിയാണ്. കണ്ടോ, സീജം കയറി പോകുന്ന വഴിയാണ്. ഇതിലിങ്ങനെ പോവുകയാണ്. മൊത്തം കാപ്പിത്തോട്ടങ്ങളാണ്. ഇതിലിങ്ങനെ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ കേട്ടോ. ആ, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അസ്കർ. ഇവിടെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, എൻ്റെ പേര് അസ്കറാണ്. ഞാൻ ഈ ഗൂഡല്ലൂർ ദേവർശാല പഞ്ചായത്തിൽ 13-ാം വാർഡിൽ ആണ് താമസിക്കുന്നത്. നമുക്ക് ഈ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ടായിട്ട് 3 വർഷമായി. 3 വർഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എവിടെയൊക്കെ താമസമുണ്ടോ, കൃഷി എന്തെല്ലാം ഉണ്ടെല്ലാം നശിപ്പിച്ചിട്ട്, ആന മാത്രമല്ല ടോട്ടലി നമുക്ക് വന്യമൃഗത്തിൻ്റെ വലിയ ശല്യമാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് വന്ന് നിൽക്കുന്നത് പുലീൻ്റെ പ്രശ്നമാണ്. പുലി ഇപ്പോൾ അടുത്ത് ഒരു 13 പശുക്കളെ റാഞ്ചി എടുത്തിട്ട് പോയി ഈ ദേവർശാല പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലായിട്ട്. പല ഭാഗങ്ങളിൽ ഇതൊക്കെ 1-2 കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ വമ്പിച്ചൊരു സമരം നടത്തി. പാടന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മക്കളിന് ഉരിമയ്ക്കുറൽ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനാണ് ഞാൻ. അതിൽ 16 പേര് ചേർന്നിട്ടുള്ള ഗ്രൂപ്പാണത്, അഡ്മിൻസിൻ്റെ ഒരു ഗ്രൂപ്പാണത്. ഒരു 2000 പീപ്പിൾസിൻ്റെ അടുത്ത് ആ ഗ്രൂപ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ ഈ വന്യമൃഗത്തിനെതിരായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്കെതിരെ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഒരു ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ സമരങ്ങൾ ചെയ്തിട്ടും ഇന്നവരെ ഒരു ആനനെ പോലും അവർക്ക് ഈ നമ്മളെ നാട്ടിൽ നിന്ന് തിരിച്ച് കാട്ടിലോട്ട് കൊണ്ടുപോയി വിടാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശവാസികൾ എന്ന് പറയുന്നത് ഇവിടുന്ന് അത്യാവശ്യ സാധനത്തിന് ഗൂഡല്ലൂർ ടൗണിൽ പോകണം വരെ പർച്ചേസിങ്ങിന് കാര്യത്തിന്. അവർ പോണ സമയത്ത് ഒരു 10 ഡേയ്സ് ബാക്ക് നമുക്ക് സംഭവിച്ചൊരു സംഭവം പറഞ്ഞുതരാം. അത് അവരൊക്കെ സാക്ഷിയാണ്. ഒരു ആന ഈ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന ഒരു ജംഗ്ഷന് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ ഒരു പടക്കം എന്തോ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുക്കുമ്പോൾ പോണ ആന ഫോഴ്സായിട്ട് റിട്ടേൺ വരികയാണ്. റിട്ടേൺ വന്നിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ഷീറ്റ് അടിച്ച് അത് നശിപ്പിച്ചിട്ട് പോയി. അത് ഒരു സാധാരണ ചെറിയൊരു സംഭവമാണ്. ഇതൊരു 3 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ പുലിൻ്റെ ശല്യം ഉണ്ടല്ലോ, പുലി, കടുവ, പിന്നെ കരടി, കാട്ടുപോത്ത്, പന്നി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണുള്ളത്. കൃഷിക്കാർ മീൻസ് മെയിൻ കൃഷി ഇവിടുത്തെ വന്നിട്ട് വാഴയാണ്. വാഴ, അത് കഴിഞ്ഞാൽ ചായൻ്റെ ഒരു വലിയൊരു നമുക്ക് ഇതുവരെ വലുതായിട്ടൊരു ഡിസ്റ്റർബൻസ് ആനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ലോൺ എടുത്ത് പാവപ്പെട്ട കർഷകർ എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് ചെയ്യുന്ന കൃഷികളൊക്കെ സിമ്പിളായിട്ട് വന്ന് ഈ ആന നശിപ്പിച്ചിട്ട് പോവാണ്. രാത്രി കൂട്ടമായിട്ട് വരും, 4 5 വരും. ഇപ്പോൾ 12 ആന ഉണ്ടെന്നാണ് നമ്മുടെ ന്യൂസ് അവർ പറയണത് തന്നെ. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കണക്കന്നെ അങ്ങനെ പല ഭാഗങ്ങളായിട്ട് ദേവർശാല പഞ്ചായത്തിൽ മാത്രം. അങ്ങനെ ഈ ഗൂഡല്ലൂർ പന്തല്ലൂക്കിൽ പല പ്രദേശങ്ങളിലും ഇതേ ശല്യം രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിന് അടുത്തതായിട്ട് ഞാനൊരു പാർട്ടി ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളെ പാർട്ടീൻ്റെ ഇപ്പോൾ 2-3 പാർട്ടിക്കാർ അവിടെ ഒരു സമരം ചെയ്തു. കണ്ടനാർപ്പാട്ടം എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ എന്താ എനിക്ക് ഇതിനെതിരായിട്ട്, ഈ വന്യമൃഗങ്ങൾക്കെതിരായിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ADMK ചെയ്തു. മീൻസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എതിർകക്ഷിയാണ് ADMK. അവർ ചെയ്തു. അത് കഴിഞ്ഞ് SDPI എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ചെയ്തു. ഇപ്പോൾ TVK എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ചെയ്യാൻ പോകുന്നുണ്ട്. പല പാർട്ടികളും പല പ്രശ്നങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു 5-8 വർഷമായിട്ട്. പക്ഷേ നമുക്കിതൊന്നൊരു ഇതുവരെയായിട്ട് ഒരു മോക്ഷം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങളും ഈ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങളും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഇത് എവിടേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളൊക്കെ എത്തിക്കണം. ഗൂഡല്ലൂർ ജനങ്ങളെ കർഷകരായാലും മറ്റുള്ളവരായാലും ശരി വലിയ കഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും പേടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് ഞങ്ങളൊക്കെ അഭ്യർത്ഥന. നമുക്കിവിടെ ജീവിക്കണം. 40-50 വർഷമായിട്ട് വലിയ വീടുകളൊക്കെ കെട്ടിയ ആൾക്കാർ ഈ സമയത്ത് പോയിട്ട് ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ളത്. നമ്മൾ അന്നാമത്തെ നിത്യോപയോഗ കാര്യത്തിന് വെളിയിൽ പോകണമെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് പോകണം. 6 മണി കഴിഞ്ഞാൽ ജനങ്ങൾ പേടിച്ചിട്ട് പുറത്തിറങ്ങണം. ആ ഒരു കണ്ടീഷൻ. ഞങ്ങളൊക്കെ ഒരു കാലത്ത് 10 മണിക്ക് രാത്രി സെക്കൻഡ് ഷോ പോയിട്ട് ഗൂഡല്ലൂർ പോയിട്ട് തിരിച്ചു വന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതൊന്നുമില്ല. ഇങ്ങനത്തെ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് ചാനലായിക്കോട്ടെ എന്തായിട്ടോ എവിടെയൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ റീച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല തീരുമാനത്തിലെത്തിക്കാൻ നിങ്ങളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പട്ടയം മീൻസ്
1949 ഇവിടെ TNPPF ഒരു ആക്ട് വരുന്നത്, ആക്ട് നിലവിൽ വരുന്നത്. ഈ മീൻസ് നീലഗിരിക്ക് മാത്രം ഞാൻ എൻ്റെ ഒരു അറിവിൽ കേട്ടോ, എൻ്റെ ഒരു ചുരുങ്ങിയ അറിവിൽ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് അവർ കൊണ്ടുവരുന്നത് 1997 ഒന്നും കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇത് ശരിക്കും നമുക്ക് ആക്ട് നമ്മളെ ഭൂമിൻ്റെ മേലെ ചാർത്തി വെക്കുന്നത് 2009 DMK ഗവൺമെന്റ് ഉള്ള സമയത്താണ് ഈ ആക്ട് കൊണ്ടുവരുന്നത്. 2009 ഈ TNPPF ആക്ട്. ആ ആക്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ TNPPF ആക്ട് ഈ തമിഴ്നാട് ഫോറസ്റ്റിന്റെ ഒരു ആക്ടാണത്. ആ ആക്ട് നമ്മളെ ഭൂമിക്ക് ചാർത്തി കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു സ്ഥലം, ഇപ്പോൾ ഇതാ മൂപ്പരായിക്കോട്ടെ എൻ്റെതാ ഈ വീടായിക്കോട്ടെ, ഇവിടെ ഒരു 5 സെന്റോ 10 സെന്റോ വിൽക്കണമെങ്കിൽ നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ വേണം. നിങ്ങളൊരു 10 സെന്റ് നിങ്ങളെ മോളെ അർജന്റായിട്ട് കെട്ടിക്കാനോ അല്ലെങ്കിൽ കുട്ടീനെ കോളേജിൽ പോയി പഠിപ്പിക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളൊരു 10 സെന്റ് വിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ 3 ഡിപ്പാർട്ട്മെന്റ് സൈൻ വാങ്ങി, ഈ 3 ഡിപ്പാർട്ട്മെന്റ് സൈൻ നമ്മൾ അപേക്ഷ കൊടുത്താലും 3 ഡിപ്പാർട്ട്മെന്റ് മീൻസ് IRS, IFS, പിന്നെ ഇത് റവന്യൂ ഫോറസ്റ്റ് ഇവരും അല്ലല്ല ഈ എൻവയറമെന്റ് എന്നൊരു ഇതുണ്ട്. അവർ 3 പേരെടുത്ത് നമുക്ക് ഇത് കിട്ടിയാലാണ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് എന്ന് മുതലാണ് നമ്മളെ ഭൂമിക്കൊക്കെ ഇത് വരാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ 2009 ഇത് ശരിക്കും കറക്റ്റായിട്ട് നമ്മളെ മേൽ ചാർത്തുന്നത്. അതുവരെയൊക്കെ ഇവിടെ ചെറിയ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബഫർ സോൺ, ആ സോൺ, ഈ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നൊന്നും ഇതൊക്കെ അതിന് പെട്ടതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മീൻസ് നമ്മളാരും വന്യമൃഗത്തിന് എതിരില്ല ആൾക്കാരല്ല. ഞങ്ങൾ വന്യമൃഗം എന്തായാലും വേണം ഈ ലോകത്ത്. അവര് ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കട്ടെ. ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് വന്യമൃഗത്തിനെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട ഇവിടെ. അല്ലെങ്കിൽ ഇവർ പറയേണ്ടിയിരുന്നത് ഫസ്റ്റ് ഞങ്ങളൊക്കെ വീട് കെട്ടി ഇവിടെ താമസം വരുന്നതിന് മുന്നിൽ എവിടെ കെട്ടാൻ പറ്റില്ല. ഇതൊക്കെ ഈ നമുക്ക് ഈ വീട് കെട്ടാനും മറ്റേ പ്രോപ്പർട്ടീസിന് എന്തൊക്കെ ചെയ്യാനൊക്കെ ഇത് തന്നത്, അധികാരം തന്നതിന് അവരല്ലേ. അവർ സൈനിട്ട് തന്നിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കറണ്ട് എടുക്കാൻ പറ്റുമോ? എല്ലാം ചെയ്ത് നിങ്ങൾ ഒരാഴ്ച മൊത്തം പണിയെടുത്തത് നമ്മളിപ്പോൾ അവരിവിടെ നമുക്ക് ശല്യം ചെയ്ത് ഞങ്ങളിവിടെ സ്വയമായിട്ട് ഒഴിഞ്ഞു പോണ രീതിയിലാണ് ഞങ്ങൾ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾ ഏത് ചാനൽ, നിങ്ങൾ ചാനൽ എന്താണ്? ഈ ഫ്രെയിം എന്ന് പറഞ്ഞ ചാനലിൽ നമുക്ക് സഹായിക്കണം. ഈ ഒരു വീഡിയോസ് നിങ്ങൾ എത്രത്തോളം എത്തിക്കാൻ പറ്റും അത്രത്തോളം റീച്ച് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കണം. ഗൂഡല്ലൂർ പന്തല്ലൂരിൻ്റെ ജനങ്ങളുടെ അവസ്ഥയാണ്. ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയും കൂടി പറയാം. നമ്മളൊരു 2 മാസം മുന്നേ ഒരു ആറു എന്ന് പറഞ്ഞിട്ടൊരു കർഷകൻ, ആറുവട്ടൻ എന്ന പേര്, ഒരു കർഷകന് ഒരു 4 പശുക്കളുണ്ട്. ഈ ആറുവട്ടൻ സ്വന്തം വീട്ടിൽ കുറച്ച് ഹൈറ്റുള്ളൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആറുവട്ടൻ്റെ ഫാമിൽ പോയിട്ട് വെള്ളം കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ആനൻ്റെ അറ്റാക്കിൽ ബ്രെയിൻ ബ്ലാസ്റ്റ് ആയിട്ട് മരിക്കുകയാണ്. നിങ്ങൾ കണ്ട മട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, മച്ചുകുല്ലി മട്ടൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഇത് നടന്നിട്ടുള്ളത്. ഇതേമാതിരി ഓരോ സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ ഫ്രെയിംസ് നടന്നിട്ടുണ്ട്. ആളുകളെ ഓടിക്കുന്നത്, വാഹനം അടിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ വോയിസ്ക്ക് എത്തിക്കണ മാതിരി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾക്ക് സഹായിക്കണം. ഇത് ഞങ്ങൾ കുറേ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങളോടും പറയുകയാണ്, ഞങ്ങളെ അഭ്യർത്ഥനയാണ്. ഇത് ഒരു അഭ്യർത്ഥനയായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമുക്ക് എക്സ്പെഷ്യലി പറയാൻ ഈ TNPPF ആക്ട് വന്നതിന് ശേഷം നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കുള്ളൂ. ഇതാ ഈ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലൈന് പോകുന്നിടത്ത് കൂടെ നിങ്ങൾക്കൊരു വലിയൊരു മരം നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഏട്ടൻ്റെ തോട്ടത്തിലായാലും നമ്മളെ കിളിയാണ്ടൻ്റെ തോട്ടത്തിലായാലും ആരെ തോട്ടത്തിലായിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടിയാൽ, ഒരു ചെറിയ കൊമ്പ് ഏത് മരത്തിൻ്റെ ആയിക്കോട്ടെ, കൊമ്പ് വെട്ടിയാൽ അപ്പം അവിടെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ 10 മിനിറ്റ് ആകണ്ട ആ സ്പോട്ടിൽ അവരെത്തും. അതേ നിങ്ങളൊരു മനുഷ്യൻ മരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ, ഒരു വന്യമൃഗത്തിന് അറ്റാക്ക് അല്ല ഒരു നമ്മൾ നാൽക്കാലികൾ അറ്റാക്ക് ചെയ്താൽ ഇവരൊന്നും എത്തൂല. അവരൊക്കെ മെല്ലെ വന്ന് മെല്ലെ സാവധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ കൊമ്പ് വെട്ടാൻ നിങ്ങളുടെ പറമ്പിലെ നമ്മളെ സ്വന്തം പട്ടയപ്പറമ്പിൽ വെട്ടിയല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ ആക്ടിന്റെ പ്രശ്നം. ഈ ആക്ട് ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് നമ്മളെ പറമ്പിൽ കയറാനുള്ള ഇത് വന്നത്, ഒരു തെമ്പ് വന്നത്. അതുവരെ അധികാരികൾക്ക് അത് കയറാൻ പറ്റില്ല. ആ ആക്ട് വന്നതിന് ശേഷമാണ് നമ്മളൊരു വീട്ടി തേക്ക് എന്തായിക്കോട്ടെ നമ്മൾ വെട്ടുന്നത്. എന്തിനാ അറിയുന്നത്, ഇതാ ഈ ലൈന് പോകുമ്പോൾ അത് തട്ടി നമ്മളെ വീട്ടിലാർക്ക് ഷോക്ക് ഏൽക്കേണ്ടത് വെച്ചിട്ട് വെട്ടുന്നത്. ഇവരെ വിചാരം ഇതിട്ട് അടിയോടെ വെട്ടു അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുപോകണതൊക്കെ അവർ കാണാതെ വിട്ടിട്ടുണ്ട് കുറെ. പക്ഷെ ഇത് നമ്മൾ പേഴ്സണൽ കാര്യത്തിന് വെട്ടുന്നത് വരെ വലിയൊരു മാറ്ററായിട്ട് എടുത്തിട്ട് അവരിവിടെ വന്ന് പാവപ്പെട്ടവന്റെ എന്താ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പണിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ്, മെയിൻലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും അവർ സ്വന്തം പറമ്പിലെ മരത്തിന്റെ ചോല ഇറക്കാൻ പോലും പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര രൂക്ഷമായ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഈ TNPPF ആക്ട് എന്ന് പറഞ്ഞത് ഫോറസ്റ്റുകാർ പണിയെടുക്കേണ്ടത് ഫോറസ്റ്റിലാണ്. അവരെ ഡിപ്പാർട്ട്മെന്റ് അവിടെ നോക്കേണ്ടത്. ഇവിടെ ഞങ്ങളെ നോക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർ നോക്കിക്കോളും. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് അവരാണ്. ഇവർ ഏതൊരു DFO ആയിക്കോട്ടെ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, വേറെ ഏത് മനുഷ്യനായിക്കോട്ടെ, ആ ഡിപ്പാർട്ട്മെന്റ് സംബന്ധം പറ്റുന്ന ആൾക്കാർ താമസിക്കേണ്ടത് ഈ ഫോറസ്റ്റിനോട് ബന്ധപ്പെട്ട സ്ഥലത്താണ്. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെന്താ പല സ്ഥലത്തും നല്ല ബംഗ്ലാവിലും അവിടെ ഇവിടെയും താമസിച്ച് ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ് ഈ കാരണം ഈ വന്യമൃഗത്തിന്റെ പ്രശ്നത്തിലൊക്കെ അനുഭവിക്കുന്നത്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾക്ക് മാത്രം വന്യ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതൊക്കെ കാര്യമായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുക, അത്രേ നമുക്ക് പറയുള്ളൂ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസ് എന്നാ അറിയപ്പെടുക. ഈ വാർഡ് ഇത് ദേവർശോല പഞ്ചായത്ത് 13-ാം വാർഡാണ്. 13-ാം വാർഡ് കൗൺസിലർ ഗിരിജയൻ്റെ ഹസ്ബൻഡാണ് ഞാൻ. ഓക്കെ. ഇവിടെ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ആനകളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിരിക്കണം. 10-15 ആനകളോളം മൊത്തം ദേവർശോല പഞ്ചായത്ത് മൊത്തത്തിൽ 15ഓളം ആനകൾ ഇതിലെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഭാഗങ്ങളൊന്നും ഇതുവരെ ആന വരാത്ത ഭാഗങ്ങളാണ്. ഏത് ഈ 13-ാം വാർഡ് എന്ന് പറയുന്ന ഭാഗം. അതായത് ഇവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചറിയാം, ഇതുവരെ ആനകൾ ഈ ഭാഗത്തോട്ടേ കണ്ടിട്ടില്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. എനിക്കിപ്പം ഏകദേശം 48 വയസ്സായി. ഇതുവരെ ആനേനെ ഞാൻ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. ഇവിടെ ആന മരം വലിക്കാൻ വരുമ്പോൾ കാണുന്നത് മാത്രമല്ലാതെ ഈ കാട്ടാനകൾ ഇപ്പോൾ ആദ്യം ഈ ഒരു 3-4 വർഷമായിട്ടാണ് ഈ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് റെഗുലറായിട്ട്, അതായത് ഒരാഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഈ അമ്പലക്കുന്നിൻ്റെ മേലെ ആന അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ നിന്ന് പോകുന്നില്ല. ഒന്നാമത് അവിടെ ചെറിയ കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 13-ാം വാർഡ് ഈ ജനവാസ കേന്ദ്രത്തിലോട്ട് ആന വരുന്നത് ഫോറസ്റ്റ് തടുക്കുന്നില്ല. ഇതാണ് മെയിൻ ഇഷ്യൂ. അവിടെ ചെളിക്കാടി ആ ഭാഗത്ത് വന്നിരുന്ന ആനകളെ ഇങ്ങോട്ടേക്ക് ഇവരെന്ത് ചെയ്യും? പടക്കം പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ആനകൾ നേരെ ജനവാസമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആകുമ്പോൾ ആ സ്ഥലത്ത് വന്ന് നിൽക്കുക. ഒന്നില്ല ആ ചുടുകാട് അല്ലെങ്കിൽ നമ്മുടെ നമ്പാലക്കോട് അമ്പലത്തിൻ്റെ മേലെ. മെയിനായിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പിഴവുകളാണ് ഈ ആനകൾ ജനവാസത്തേക്ക് വരാൻ കാരണം. ഇവർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇതിനെ സംരക്ഷിക്കണം. ഈ ജനങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യണം? അതിനെ ഓടിച്ച് ഫോറസ്റ്റിലോട്ട് കയറ്റണം. അത് ചെയ്യുന്നില്ല. നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ 2 പടക്കം പൊട്ടിക്കും, അവർ പിന്നെ അങ്ങോട്ട് പോകും. രാത്രിയാണല്ലോ അത് അധികം മൂവ് ചെയ്യുക. അപ്പോൾ ഈ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകും. ജനങ്ങളുടെ ഒച്ചയുമ്പോഴും കഴിയുമ്പോഴേക്കും ഫോറസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും. അത് എന്ത് ചെയ്യും? വീണ്ടും ആന ജനവാസത്തേക്ക് വരിക, ഇവിടുത്തെ കൃഷിനാശം വരുത്തുക, പിന്നെ മനുഷ്യരെ ഓടിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം, ഏകദേശം കണ്ടു കാണും, ഒരു 2-3 മാസത്തിൽ 3 പേരെ ആന ചവിട്ടിക്കൊന്നുണ്ട്. മണ്ണുവയൽ ഭാഗത്തൊന്ന്, പിന്നെ നമ്മുടെ മട്ടം, പിന്നെ ഇവിടെ ഓവാലി, പിന്നെ പാട്ടവയൽ ഭാഗം, കുളപ്പള്ളി, ഈ ഭാഗത്ത് ഇങ്ങനെ 3 പേരെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇനിയൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളും പല ഗ്രൂപ്പുകളും എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ആ ഭാഗം നോക്കണേയില്ല. അതായത് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ് പോലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടണമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ പല രീതിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ചെറുപ്പക്കാരായ ചെക്കന്മാർ കേട്ടോ, അല്ലാതെ വലിയവരൊന്നും ഇതുവരെ ആരും ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തണമെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേട്ടി കൊടുക്കാൻ കാരണം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഗൂഡല്ലൂർ മഞ്ചമൂല 3-ാം മൈൽ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭീകരാവസ്ഥയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ പ്രദേശം മുഴുവൻ കണ്ടു. ആനകൾ പോകുന്ന വിഷ്വൽസ് നമ്മൾ കുറേ വീഡിയോസ് കണ്ടു. ആ ഒരു സംഭവം നടക്കുന്ന ആ ഒരു പ്രദേശം നമ്മൾ നേരിട്ട് പോയി കണ്ടു. നമ്മൾ കണ്ടാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അവിടുത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടു. വലിയ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുള്ളത്. പ്രത്യേകിച്ച് അവരുടെ പട്ടയത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളും അവർ തന്നെ എൻ്റെ അടുത്ത് പറയാണ്, ക്യാമറ ഓഫ് ചെയ്തപ്പോൾ അവർ പറയാണ്, പട്ടയം കിട്ടാനാണെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം രജിസ്ട്രേഷൻ നടത്താൻ 80,000 രൂപയെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ ഭയങ്കര ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ നേരിടുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. രാത്രിയാകണ്ട, വൈകിട്ടൊരു 6 മണി കഴിഞ്ഞാൽ റോട്ടിലൂടെ ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവരൊക്കെ പലരും ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളുകളാണ്. ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നമാണ് കഴിഞ്ഞൊരു 5-6 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് ഗൂഡല്ലൂർ പ്രദേശത്തുള്ള, ഗൂഡല്ലൂർ മാത്രമല്ല നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ മിക്ക പ്രദേശങ്ങളിലെ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും നമ്മൾ ഇന്ന് സംസാരിച്ച ഒരു പ്രദേശം എന്ന് പറയുന്നത് മഞ്ചമൂല എന്ന് പറയുന്ന പ്രദേശമാണ്. 3-ാം മൈൽ മഞ്ചമൂല ഗൂഡല്ലൂരിൻ്റെ ദേവർശോല പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു ബോർഡറും കൂടിയാണ്. ഏതായാലും അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമൊക്കെ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.